പ്രത്യേകിച്ച് നമ്മളെ കേരളത്തിലുള്ള മൊയിലാക്കന്മാരും ഇപ്പം കുട്ടികളൊക്കെ മദ്രസയിലേക്ക് വിട്ട് പഠിപ്പിക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. കുട്ടികൾ തട്ടണം, ഖുറാനിൽ പർദ്ദ ധരിക്കാൻ പറയുന്നത്. ഇയാളുടെ അടുത്ത് ചോദിക്കാൻ എനിക്ക് ഏതായാലും പറ്റൂല. ഖുറാനിൽ എവിടെയാണ് പർദ്ദ അല്ലെങ്കിൽ പർദ്ദ ധരിക്കണം എന്നൊക്കെ പറയുന്നത് സ്ത്രീകളുടെ അടുത്ത്? അങ്ങനെ ഒരു വർത്താനം ഖുറാനിൽ പറഞ്ഞു. സ്ത്രീകൾക്ക് മതത്തിനോട് വെറുപ്പ് തോന്നും, മടുപ്പ് തോന്നും, അവർക്ക് അതിനോട് താല്പര്യം വേണ്ട. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ഇസ്ലാമിക വിശ്വാസിയല്ല. എന്റെ ഈ തിരുമോന്ത കാണുമ്പോൾ അത് റിയൽ ലൈഫിലും അങ്ങനെ തന്നെയാണ് ചില ആളുകൾ. അതെന്തോ എനിക്ക് അതിനൊന്നും ആരുടെ ഒരു പരാതിയോ അല്ലെങ്കിൽ അതൊരു പരിഭവം പോലെ ഒന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഇതുപോലെ തന്നെയാണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ഈ സംഭവം തന്നെ ഞാൻ തുടർന്ന് എല്ലാ വീഡിയോയിലും പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഞാനതൊന്നും പറയൂല. ഞാൻ ആരുടെ ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ ലൈക്ക് അടിക്കാൻ പറയുന്നുണ്ട്, പിന്നെ അത് കമന്റ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരിടത്തും ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് അതിന്റെ ആവശ്യമില്ല. അപ്പൊ കുറച്ച് ആളുകളൊക്കെ ഒന്ന് ഇങ്ങനെ എനിക്ക് കമന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ഈ ആറാണ് എന്റെ വിചാരം, നീ ഇങ്ങനെ വിമർശിക്കാനൊക്കെ എനിക്ക് എന്താണ് അർഹത, യോഗ്യത, നീ ഇങ്ങനെ അങ്ങനെയുള്ള ഓരോ വർത്തമാനങ്ങളും പറയുമ്പോൾ എനിക്ക് ഞാൻ ആരാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എന്റെ അടുത്ത് ഇങ്ങനെ കമന്റ് ഒക്കെ ചെയ്യുമ്പോൾ അതൊരു പ്രവോക്കിംഗ് ആണ്. അങ്ങനെയുള്ള പ്രവോക്കിങ്ങിൽ തിരിച്ച് അതേപോലെ തന്നെ പ്രവോക്ക് ആയിട്ട് ഞാൻ എന്റെ അടുത്ത് ആരാന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എന്റെ തന്താടോ എന്നൊക്കെ പറയാൻ ആഗ്രഹം, താല്പര്യം അല്ലെങ്കിൽ അങ്ങനെ പറയാനൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ അത് മോശമല്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല. അപ്പം അത്ര കഷ്ടപ്പെട്ടിട്ടൊന്നും ഇവിടെ ആരും വന്ന് ഇത് കാണണമെന്നോ അല്ലെങ്കിൽ ഞാനിപ്പോ ഇങ്ങനെ വിമർശന വീഡിയോ ചെയ്യുന്നത് എന്റെ വീടിന്റെ ഉമ്മറത്തിരുന്നിട്ടാണെന്നോ അല്ലെങ്കിൽ എന്റെ വീട്ടിൽ കൊല്ലായിൽ കസാലിട്ടിരുന്നിട്ടാണെന്നൊന്നും ഞാൻ പറയുന്നത്. എനിക്കൊക്കെ പറ്റെങ്കിൽ ഈ കണ്ടാൽ മതി, അല്ലെങ്കിൽ ഇവിടെ ഒന്ന് കരയണമെന്നില്ല. എനിക്ക് എന്തിന്റെ കണ്ണിൽ കറിയാണെന്നും എനിക്കറിയില്ല. അപ്പം എന്റെ ഈ ഫേസ് കാണുമ്പോൾ പറഞ്ഞില്ല, ആളുകൾക്ക് ഇപ്പൊ യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ എന്തോ ഒരു എനിക്കറിയില്ല, എന്റെ ജന്മം കൊണ്ട് ഞാൻ അനുഭവിച്ചിട്ടുള്ളത് എന്തോ എനിക്കറിയില്ല. അത് ഞാൻ വെറുതെ ഒന്നും പറയുന്നില്ല കേട്ടോ. ഞാൻ ആർക്കും കണ്ണുകൊണ്ട് കണ്ടുകൂടാ, കണ്ണെടുത്താൽ കണ്ടുകൂടാ, അത് എനിക്കറിയാം. അപ്പൊ അതൊന്നും വിഷയമല്ല. ഇന്നത്തെ ഈ ഒരു വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ നടന്നിട്ടുള്ളൊരു സംഭവമാണ്. ഇത് എന്തോ വലിയ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒന്നല്ല. പക്ഷെ ഒരു സ്ത്രീ, പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ ഒരു ഇസ്ലാമിക രാജ്യമാണ്, അതൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാൾ ആ സ്ത്രീ ഒരു ജേർണലിസ്റ്റ് ആണ്. ആ സ്ത്രീന്റെ തട്ടടാൻ വേണ്ടിയിട്ട് നോക്കണം. അപ്പം അതിന്റെ മുമ്പായിട്ടുള്ള ഒരു സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് അത് ലളിതമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പൊ ഞാനൊരു വിശ്വാസിയാണ്, ഈ പറയുന്ന ഇസ്ലാമിക വിശ്വാസി തന്നെയാണ് ഞാനും. അപ്പൊ എനിക്ക് എന്റേതായിട്ടുള്ള ഒരു രീതി, അതല്ലെങ്കിൽ എങ്ങനെ ഫോളോ ചെയ്യണം, അതിൽ ഒരു മതം പറയുന്ന ആ രീതിയിലുള്ള ആരാധനകള് അല്ലെങ്കിൽ അതിന്റെ ചിട്ടകള്, ചര്യകള്, അതിന്റെ നിയമങ്ങള് ഒക്കെ പാലിക്കാൻ ഞാൻ അർഹത ആണെന്നുണ്ടെങ്കിലും അതൊക്കെ എന്റെ ഫ്രീ വില്ല്, അതല്ലെങ്കിൽ എന്റെ സ്വാതന്ത്ര്യം, ഇഷ്ടം എന്നുള്ള രീതിയിൽ ഞാൻ പോകും. ആ സ്ത്രീ അതന്നെയാണ് പറയുന്നത്. സ്ത്രീ ഈ വിശ്വാസത്തിൽ തന്നെ ഉള്ള ഒരാളാണ്. സ്ത്രീ തിരിച്ച് അതേപോലെ രണ്ട് ചോദ്യങ്ങൾ അങ്ങോട്ടേക്ക് ചോദിച്ചപ്പോൾ അയാളുടെ അണ്ണാക്കിൽ ഇടിവെട്ടി പോയിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായിപ്പോയി തോന്നുന്നുണ്ട്. ഏതായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. सबसे पहले मैं ये कहना चाहता हूँ कि हमारा मुल्क नाम का तो इस्लाम का है, ठीक है, लेकिन हमारे अंदर कोई काम भी इस्लाम का नहीं है। जैसे कि ऐसा कौन सा गुनाह का काम कर दिया हमने सबसे पहले काम ये किया कि आप मेरे सामने खड़े हो इस्लामी मुल्क में, तो आपके सर पे दुपट्टा नहीं है, ठीक है। भाई तुम लोगों का इस्लाम दुपट्टे से क्यों शुरू होता है, दुपट्टे पे क्यों खत्म हो जाता है? पकड़ो अपनी चादर, मेरे पास है, आई हैव माय ओन शॉल। आपने तो ये मेरा डिसीजन है ना, आपका थोड़ी ना। आपका डिसीजन क्यों है? अल्लाह के हुक्म। अब देखो, आपने मुझे मेरी परमिशन के बगैर टच किया, आपको पता है ये कितना बड़ा गुनाह किया। आपको मैंने टच नहीं किया, आपके सर पे अपनी आपने क्यों नहीं, बहन नहीं ब्लड, यू आर नॉट इन माय ब्लड रिलेशन, व्हाई यू टच मी विदाउट माय परमिशन? ये इस्लाम सिखाता है आपको? इस्लाम ने हमें कुरान नहीं ये सिखाता है, पर्दे का हुक्म दिया, तो मतलब किसी की भी माँ बहन को हाथ लगाते जाओगे? किसी की माँ, मैंने आपको अपनी ये आप अरेस्ट हो सकते हो इस बात पे, आपको पता है? तैयार हूँ। ये सोशल हैरेसमेंट है, जो मर्जी है, ये सोशल हैरेसमेंट है। अच्छा मुझे बताओ, पाकिस्तान में कितनी वीमेंस है जो बुरखे में और कितनी वीमेन जो दुपट्टे में है? हमारी वीमेंस कोई दिखा दो। तो वो तो आपके घर का माहौल है, मैं अपने घर के माहौल से चलूंगी। ये कि आप जहाँ से भी सीख के आए, आपकी तरबियत में സംഭവം ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആ സ്ത്രീ പറയുന്നത് ഒരു അന്യ സ്ത്രീ അല്ലെങ്കിൽ ഒരു സ്ത്രീ, അതായത് മാതാവോ സഹോദരോ രക്തബന്ധമൊന്നും അല്ലാത്ത ഒരു സ്ത്രീന്റെ മേലെ ഈ രീതിയിൽ തൊടാൻ പറ്റുമോ എന്നുള്ള ആ രീതിയിലുള്ള സാധനങ്ങളൊക്കെ സ്ത്രീ ചോദിച്ചത്. അതിൽ തന്നെ അയാൾക്ക് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എന്താ പറയാ, അതല്ലെങ്കിൽ ഇതൊരു ഇസ്ലാമിക രാജ്യമാണ്, ഇനി തട്ടിടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തട്ടിട്ട് പിടിക്കാൻ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കേരളത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും ഇവിടെ അങ്ങനെയൊക്കെ തന്നെയാണ് സംഭവം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ ഈ മുസ്താക്കന്മാരും മൊയിലാക്കന്മാരൊക്കെ വന്നുകൊണ്ട് സ്ത്രീകൾക്കെതിരെ ഘോര ഇങ്ങനെ പ്രസംഗിച്ചും കൊണ്ടും കഥാപ്രസംഗങ്ങൾ നടത്തിക്കൊണ്ട് ഒരുമാതിരി പാട്ടൊക്കെ പാടുന്ന പോലെ കണ്ടില്ലേ അതാ നരകത്തിലെ വിറക് കൊള്ളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കരയുമ്പോ ഭയങ്കര ചീപ്പായിട്ടുള്ള ഒരു ഏർപ്പാടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്നറിയോ, ഇതേത് നൂറ്റാണ്ടാണെങ്കിലും ഈ ഒരു കാലഘട്ടം ഏതാണെന്നുള്ളത് മനസ്സിലാക്കാൻ, അതിനനുസരിച്ചും കണ്ട് അത് മനസ്സിലാക്കാതെ ഇതേപോലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും പോയി പ്രവർത്തിക്കുകയോ പറയുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ആവും അവസ്ഥ. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പോയി ഇടപെട്ട് അത് ഏതോ ഒരു അന്യ സ്ത്രീയാണ്. സ്ത്രീന്റെ ഇഷ്ടത്തിന് നടക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്താണ് അതിന്റെ അവസ്ഥ ഉണ്ടാവുന്നത്? ഇപ്പൊ നമ്മുടെ ഈ കേരളത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഇഷ്ടാക്കന്മാരൊക്കെ പ്രസംഗിക്കുന്നത് എപ്പോഴും അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ശ്രദ്ധ കിട്ടാന്, അതല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു അറ്റൻഷൻ കിട്ടാനൊക്കെ വേണ്ടിയിട്ട് ഒരു സ്ത്രീകൾക്കെതിരെയാണ് പ്രസംഗിക്കുക. സത്യത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ, ഇസ്ലാമിന്റെ
ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ എന്താ പറയാ അഭിസംബോധന, ഇതൊന്നും അല്ല ഈ ഉസ്താക്കന്മാർ ഇവിടെ പഠിപ്പിക്കും. ഇത് വെറുതെ ഒന്നും കണ്ട സ്ത്രീകളെ നന്നാക്കാൻ പറ്റുന്ന ഇത്തിരി നാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലേശം ഉളുപ്പ് ആ സാധനമൊക്കെ ബോധത്തിലുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യമൊന്നും ആരും ചെയ്യാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല. ഇതെന്താന്ന് അറിയോ, സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും ഒരു മതത്തിൽപ്പെട്ടിട്ടുള്ള സ്ത്രീകൾ എങ്ങനെ എടുത്തിട്ട് അവർ മാത്രം കോർണർ ചെയ്ത് സംസാരിക്കുമ്പോൾ സ്ത്രീകൾക്ക് മതത്തിനോട് വെറുപ്പ് തോന്നും, മടുപ്പ് തോന്നും, അവർക്ക് അതിനോട് താല്പര്യം വേണ്ടായിപ്പോ. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ഇസ്ലാം വിശ്വാസിയാണ്, ഞാൻ എൻ്റെ അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷെ ഇത് മറ്റൊരാളുടെ താല്പര്യത്തിലേക്ക് കയറിയാണ്ട് ഇങ്ങനെ ഒരുമാതിരി കയപ്പ് കാണിക്കാന്ന് പറഞ്ഞാൽ പച്ച കയപ്പ് മാത്രമാണ് എനിക്ക് പറയുന്നത്. ഇപ്പം ഇത് ഇവിടെ ഒരു എക്സാമ്പിൾ മാത്രം എടുത്ത് കാണിച്ചാൽ മതി. നമ്മുടെ കേരളത്തിലും ഇതേമാതിരിയുള്ള സാധനങ്ങൾ തന്നെ എപ്പോഴും നടക്കുന്നത്. ഇപ്പൊ അടുത്തൊരു ചെറിയ കുട്ടി എന്തോ സ്റ്റേജിലേക്ക് ഈ സമസ്തക്കാരൊക്കെ ഉണ്ടല്ലോ, ഈ സമസ്തന്റെ ടീം ചെയ്തിട്ടുള്ള ഒരു ഏർപ്പാടാണ്. ഈ ചെറിയ കുട്ടി എന്തോ ഒരു വേദിയിൽ പോയി കണ്ട് എന്തോ ഒരു പ്രോത്സാഹന സമ്മാനം മേടിക്കാൻ ഓളാരാ സ്റ്റേജ് കയറ്റി കയറുന്ന ഏതൊരു മുതുക്കൻ അങ്ങനെ തന്നെ പറയാം. എനിക്ക് കുരുത്തക്കേടോ അതല്ലെങ്കിൽ എനിക്കിപ്പോ ഞാൻ ഈ ഇരിപ്പിൽ ഭൂമിയിലൊക്കെ കണ്ട് താഴ്ന്ന അടിയിലൊക്കെ പാതാളത്തിൽ പോയാലും എനിക്ക് യാതൊരു പ്രശ്നവും ഇതുമില്ല. ഞാൻ ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ അത്രമാത്രം ആസ്വദിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പൊ അത് കാരണം തന്നെ ഇപ്പൊ എനിക്കിപ്പോ ഇങ്ങനെ പറയുമ്പോ അയ്യോ അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള ആളുകളൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് കുറ്റമല്ല, അത് കുരുത്തക്കേടല്ല, മറ്റതല്ല മറിച്ചതല്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. ബാക്കിയുള്ള വിഷയങ്ങളിലൊക്കെ ഒന്നും സംസാരിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നൊക്കെ നോക്കുക. ഇപ്പം അന്ന് ആ കുട്ടീന്റെ അവസ്ഥയൊക്കെ ഒന്ന് ആലോചിച്ചോ. ആ കുട്ടിക്ക് ആ മതം എന്താന്നുള്ളത് കുട്ടീന്റെ മൈൻഡിലേക്ക് ഏത് രീതിയിൽ കയറിയിട്ടുണ്ടാവും. കാരണം നമുക്ക് നോക്കാം, ഏതൊരു മതത്തിലാണെന്നുണ്ടെങ്കിലും സ്ത്രീകൾ ആ ഒരു രീതിയിലുള്ള പ്രൊഡക്റ്റ് ആയിട്ടാണ് കാണുന്നത്, അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ ഈ സ്ത്രീകളെ മാത്രം കോർണർ ചെയ്യുമ്പോൾ എല്ലാ മതത്തിന്റെ അടുത്തും അങ്ങനെയുള്ള പ്രത്യയശാസ്ത്രത്തിന്റെ അടുത്തും ഒക്കെ സ്ത്രീകൾക്ക് വെറുപ്പ് തോന്നുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം. അപ്പം ഈ കേരളത്തിലുള്ള സ്ത്രീകള് ഇപ്പം അടുത്തൊരു മുസ്ലിയാർ വിളിച്ചു പറയുന്ന കേട്ടിട്ടുണ്ട്, 2030 ആകുമ്പോഴത്തേനും കേരളത്തിലൊന്നും ഈ ഇസ്ലാമിൽ വിശ്വസിക്കുന്ന സ്ത്രീകളുടെ പേര് പറഞ്ഞു. സ്ത്രീകൾ അതായത് റഹ്മത്തുള്ളാഹി കാസിമി എന്ന് പറഞ്ഞിട്ടുള്ള മലപ്പുറം മുത്തേടത്തെ എവിടെ ഉള്ള ഒരു ചങ്ങാതിയാണ്. അയാളൊക്കെ ഇങ്ങനെ ഈ ജ്യൂസ് എന്നൊക്കെ പറഞ്ഞ ഒരു സാധനം കേട്ടിട്ടുണ്ടെങ്കിൽ ആ മൊയിലേറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വന്നിങ്ങാണ്ട് ഇങ്ങനെ പറയാൻ ചെയ്യും. ഇവർക്ക് എന്താ സ്ത്രീകൾക്ക് ഇത്ര ഇതൊന്നും എനിക്കറിയില്ല. സ്ത്രീകളെ നന്നാക്കാൻ വേണ്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ പുരുഷന്മാർ ചെയ്തു കൂട്ടണതിനൊന്നുമില്ല. ഈ സ്ത്രീകൾ ഇങ്ങനെ വെറുതെ പോകുമ്പോൾ പുരുഷന്മാർ സ്ത്രീനെ നോക്കണതിന് പ്രശ്നമുണ്ട്. അവിടെ ഇസ്ലാം പറയുന്നത് വെച്ച് കഴിഞ്ഞാല് സ്ത്രീകൾ മുമ്പ് കൂടെ പോകുമ്പോൾ പിന്നെ പുരുഷര് ശിരസും അവരുടെ മെയ്കളും താത്തി നിൽക്കുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ അഭിസംബോധന. ഇതൊക്കെ ഈ പറയുന്ന ഉസ്താക്കന്മാരും അല്ലെങ്കിൽ പുരുഷന്മാരൊക്കെ നോക്കലുണ്ടോ? ഉസ്താക്കന്മാരുടെ മെയിൻ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതുപോലെ ഇങ്ങനെ ഭയങ്കര പ്രസംഗവും കഥാപ്രസംഗവും പാട്ടൊക്കെ പാടി സ്റ്റേജിൽ നിന്നുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ പോയി കണ്ട് സ്ത്രീകൾക്ക് മെസ്സേജ് ചെയ്യുന്നേ അല്ലെങ്കിൽ ആ രീതിയിൽ സ്ത്രീകളെ അപ്രോച്ച് ചെയ്യാൻ നോക്കണൊക്കെ കുറെ ഉസ്താക്കന്മാർ ഇവിടെ ഉള്ളതാണ്. അങ്ങനെയുള്ള കുറെ കേസുകൾ കണ്ടതാ. അപ്പൊ ഇതൊക്കെ മൊയ്ലാന്മാർക്കും അല്ലെങ്കിൽ പറയുന്ന പുരുഷന്മാർക്കൊക്കെ പറ്റും. സ്ത്രീകൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു എയറിൽ പോകണം. അവര് തട്ടിട്ടില്ലെങ്കിൽ അവര് പോക്ക് കേസാണ്. എടാ ഈ ഒരു സ്ത്രീ അവളുടെ ദൈവത്തിന് അതല്ലെങ്കിൽ അവളുടെ വിശ്വാസത്തിന് അവളെ എങ്ങനെ പിന്തുടരുന്നുള്ളത് മറ്റൊരാൾ നോക്കേണ്ട ഒരു ആവശ്യമില്ല. എനിക്കറിയാം. ഞാൻ മനസ്സിലാക്കണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വിശ്വാസം അതെന്റെ മനസ്സിലുള്ളത് എന്റെ മാത്രം ഒതുങ്ങി എന്നിൽ മാത്രം ഒതുങ്ങി പോകേണ്ട ഒരു വിഷയമാണ് അത്. അതേപോലെ തന്നെയാണ് ഇപ്പൊ സ്ത്രീകളാണെങ്കിലും ഈ തലയിൽ തട്ടടാത്ത അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര ഇതൊക്കെ ആയി നടക്കുന്ന സ്ത്രീകളുടെ മനസ്സിലും വിശ്വാസം ഉണ്ട്. അവർക്കും ദൈവം ഉണ്ട്. അവരും ദൈവത്തിൽ തന്നെയാണ് വിശ്വസിക്കുന്നത്. അതല്ലാതെ നിങ്ങൾ ഈ കാണുമ്പോൾ അവര് ഈ തട്ടിട്ടില്ലെങ്കിൽ അപ്പൊ തന്നെ മതം വിട്ട് അങ്ങനെയുള്ള കാഴ്ചപ്പാടിൽ കൂടെ ഒരു തരത്തിൽപ്പെട്ട ഒരു നിരാശ അത് മുമ്പ് എനിക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്താണ് സ്ത്രീകൾക്ക് ഇങ്ങനെ വരേണ്ട തലസെത്ര ഇങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര അബദ്ധമാണ്. ഇപ്പൊ ഈ ഒരു വീഡിയോയിൽ തന്നെ പറയുന്ന അയാൾ പറയുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സ്ത്രീകൾ തട്ടണം, ഖുറാനിൽ പർദ്ദ ധരിക്കാൻ പറയുന്നത്. ഇയാളുടെ അടുത്ത് ചോദിക്കാൻ എനിക്ക് ഏതായാലും പറ്റൂല. ഖുറാനിൽ എവിടെയാണ് പർദ്ദ അല്ലെങ്കിൽ പർദ്ദ ധരിക്കണം എന്നൊക്കെ പറയുന്നത് സ്ത്രീകളുടെ അടുത്ത്? അങ്ങനെ ഒരു വർത്താനം ഖുറാനിൽ പറഞ്ഞിട്ടില്ല. ഖുറാനിൽ ശിരോവസ്ത്രം താഴ്ത്തിയിടാൻ വേണ്ടിയിട്ട് മാത്രം പറയുന്നുണ്ട്. അത് പർദ്ദ എന്നുള്ള പേരിലായിരിക്കും ചിലപ്പം ഈ ഉസ്താദൊക്കെ കണ്ടിട്ടുണ്ടാവുക. അപ്പം കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ വെറുതെ ഇങ്ങനെ ഓരോ നിരാശ തീർത്തും കണ്ട് സ്ത്രീകളെ കൊള്ള പോകരുത് എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. കാരണം സ്ത്രീകൾക്ക് മതത്തിന്റെ അടുത്ത് ചടപ്പും വെറുപ്പും ഒരു തരത്തിലുള്ള അറപ്പൊക്കെ ഉണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള സംസാരങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഈ ചങ്ങാതിമാരൊക്കെ ചെയ്തു കൂട്ടുന്നത്. പ്രത്യേകിച്ച് നമ്മളെ കേരളത്തിലുള്ള മൊയ്ലാക്കന്മാര് ഇപ്പം കുട്ടികളൊക്കെ മദ്രസയിലൊക്കെ വിട്ട് പഠിപ്പിക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. ഏതെങ്കിലും രീതിയിൽ നമുക്കിപ്പം ഈ ദീനിനെ കുറിച്ചിട്ടും ഇൽമിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ദുൽമിനെ കുറിച്ചിട്ടൊക്കെ കുട്ടിയൊക്കെ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കും. ഇനിയുള്ള കാലം നടക്കുള്ളൂ. കാരണം എല്ലാ ഉസ്താക്കന്മാരും കുട്ടികളെ കൊള്ള അങ്ങനെ പോകണ്ടെന്നല്ല ടൈം പറഞ്ഞത്. ഇപ്പൊ എന്നൊക്കെ പഠിപ്പിച്ച ഉസ്താക്കന്മാരെന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴും അത്രമാത്രം ആത്മാർത്ഥത്തോടെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ അവരെ ഓർക്കുമ്പോൾ സത്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു തരത്തിലുള്ള ഭയങ്കര ഒരു
ഒരു ഇതാണ്. അപ്പൊ ആ ഒരു ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ സ്ഥകന്മാരൊക്കെ എടുത്തുകൊണ്ട് ഏതെങ്കിലും കോട്ടന്റെ അടിയിലിട്ട് വെള്ളം പാരാനാണ് എനിക്ക് തോന്നുന്നത് സത്യമായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഏതെങ്കിലും രീതിയിൽ ഇപ്പൊ ഇവിടെ മതം വിട്ടിങ്ങനെ വലിയ വലിയ നേതാക്കന്മാരൊക്കെ നടക്കുന്ന എക്സ് മുസ്ലിംസ് എന്നൊക്കെ പറഞ്ഞ സംഘടനയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന കുറെ വായ പോലുള്ള ആളുകൾ ആ രീതിയിൽ ആ മതത്തിനെ തന്നെ വിറ്റ് തിന്നാൻ വേണ്ടി നടക്കുന്ന കുറെ ടീംസ് ഇവിടെ ഉണ്ട്. അപ്പൊ ആ രീതിയിൽ അങ്ങനെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്തിട്ടോ എന്നുള്ള അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡോ കാര്യങ്ങളൊന്നും ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾ പല രീതിയിലും തെറ്റിദ്ധരിപ്പിക്കുക മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ. കാരണം ഇസ്ലാമിനെ ഇസ്ലാം എന്ന പറയുന്ന വിശ്വാസത്തിനെ ഏതൊക്കെ രീതിയിൽ അവഹേളിക്കാനും കുറ്റപ്പെടുത്താനും ഒറ്റപ്പെടുത്താനും പറ്റും ആ രീതിയിലൊക്കെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ലിയാവുക്കത്ത്, അതല്ലെങ്കിൽ ആരിഫ് ഹുസൈൻ, ജിയ ജബ്ബാർ, അങ്ങനെ കുറെ ടീംസ് ഉണ്ട് അവരൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ഒരു പണിയൊന്നും ഉണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഇത് ഒരാൾക്ക് ഒരു പ്രത്യയശാസ്ത്രം ഏത് രീതിയിൽ പിന്തുടരാൻ പറ്റും അയാൾ അത് പിന്തുടരട്ടെ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നിർബന്ധമായിട്ടുള്ള ഇപ്പം ഒരു കാര്യം മാത്രം എടുത്ത് നോക്കാം. ഇവിടെ നമ്മുടെ കേരളത്തിലൊക്കെ ഇഷ്ടം പോലെ നമ്മൾ കണ്ടിട്ട് ഈ ഹിജാബൊക്കെ മുഖം ഫുള്ളും മറച്ചിട്ട് നടക്കുന്ന ആളുകളൊക്കെ അവരൊക്കെ ഏതെങ്കിലും നീ ഇഡടി ഹിജാബ് നീ ഹിജാബ് ഇട്ടിട്ട് നടന്നാൽ മതി എന്നും പറഞ്ഞാൽ ആരും നിർബന്ധിച്ചിട്ട് ഇടുന്നതല്ല. അദ്ദേഹം പറഞ്ഞത് ഇത് ഏതാ നൂറ്റാണ്ട്, ആ നൂറ്റാണ്ടിന്റെ ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴും ഇങ്ങനെയുള്ള ആളുകൾ സ്ത്രീകൾക്ക് ഈ ഹിജാബും അല്ലെങ്കിൽ തട്ടക്കെട്ട് നടക്കുന്നത് അവരുടെ മാത്രം ഇഷ്ടം കൊണ്ട് മാത്രം അല്ലാതെ ആരും നിർബന്ധിച്ചിട്ട് ആരെങ്കിലും പേടിച്ചിട്ട് ഒന്നും ആയിരിക്കില്ല. അങ്ങനെ അല്ലാത്ത ആളുകൾ ചിലപ്പോൾ ഉണ്ടാവട്ടോ. അല്ല അതിനുള്ള ആളുകൾ അതിനുള്ള ഒരു തന്റെ ഇടം അവർക്ക് തന്നെ ഉണ്ടായി സ്വയം വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഉള്ളൂ അവർക്ക് ഒരു സന്തോഷം സമാധാനം ഒക്കെ ലൈഫിലുണ്ടാവും. അതല്ലാതെ അവരുടെ ഇഷ്ടത്തിന് അവരുടെ ആ മതം അല്ലെങ്കിൽ അവരുടെ ഒരു ഇതാണ് എന്റെ ഒരു ഇഷ്ടം അല്ലെങ്കിൽ എന്റെ സ്വാതന്ത്ര്യം ഇഷ്ടമുള്ള പോലെ ഉപയോഗിക്കുക എന്നുള്ള രീതിയിലൊക്കെ ഇതുപോലെ ഹിജാബ് ഇട്ട് നടക്കുന്ന ആളുകൾ ഒരുപാട് നമ്മളിവിടെ നമ്മുടെ മുറ്റത്ത് വരെ കാണുന്നതാണ്. അപ്പൊ അങ്ങനെ ഈ മറ്റേ ടീംസിനൊന്നും സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു സാധനം ഒന്നും ആരും വിചാരിക്കേണ്ട. ഞാനിപ്പോ എനിക്കിപ്പോ ഞാൻ വിശ്വാസം വിട്ടാലും ശരി അമ്മ ഒരു ടീംസിനൊന്നും സപ്പോർട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അവർ വേറെ ടീംസിന് വേണ്ടി പണിയെടുത്ത് കൊടുക്കുന്ന ഒരാളാണ്. തുറന്നു പറയുന്ന സംഘപരിവാറിന് വേണ്ടി പണിയെടുക്കുന്ന ടീംസാണ് ഈ എക്സ് മുസ്ലിം സംഘടന ഒക്കെ ഉണ്ടാക്കി നടക്കുന്ന. അതും 5-8 ആളുകളെ ഉള്ളൂ സംഘടനയുള്ളത്. വലിയ പെരുപ്പിച്ച് അങ്ങനെ കാണിച്ച് പോണതാണ്. അപ്പൊ അത് വേറൊരു വിഷയം. അത് ഈ കൂടുതൽ പറഞ്ഞതേ ഉള്ളൂ.